നമസ്കാരം. റീഗൽ ആക്മി കോളേജിന്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ മലയാളം സബ്ജക്റ്റാണ് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിന്റെ ചാപ്റ്റർ 12 ലളിത ജീവിതമാണ് നമുക്കിന്നിവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ലളിത ജീവിതം നമുക്ക് ലളിതമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, നമുക്കറിയാം, തുടങ്ങിയാലോ? നമുക്ക് നോക്കാം. അപ്പോ ലളിത ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആരെയാണ് ആദ്യം ഓർമ്മ വരുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധി അല്ലെ? കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മുടെ ലളിത ജീവിതം എന്ന് പറയുന്ന ആ ഒരു കഥയിൽ അല്ല, ആ പാഠത്തില് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ചെറിയ 2-3 കാര്യങ്ങൾ കൂടെയാണ് ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം കടന്നു പോകുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ മഹാത്മാഗാന്ധി എവിടെ? ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു അല്ലെ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനായ ഒരു വ്യക്തിയായിരുന്നു ആര്? മഹാത്മാഗാന്ധി. കരംചന്ദ് ഗാന്ധിയുടെയും പുതലി ഭായിയുടെയും മകനായിട്ട് ഗാന്ധിജി ജനിക്കുകയും വളരെയധികം ആർഭാടപൂർണമായ ഒരു സാമ്പത്തികം ഉണ്ടായിരുന്നിട്ട് കൂടി സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാനായിരുന്നു ആര്? മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹം 1888 ഇംഗ്ലണ്ടിലെ ബാരിസ്റ്റർ വക്കീലിന് പഠിക്കാൻ പോവുകയും തിരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയിൽ 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ പണിക്ക് ശേഷം ഇന്ത്യയിലോട്ട് തിരിച്ചെത്തുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിപ്രയത്നമായി വരികയും അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തതിൽ അതിപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു മഹാനാണ് ആര്? മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ഓക്കെ, MK ഗാന്ധി. അപ്പോൾ നമുക്ക് ലളിത ജീവിതം അത് ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗാന്ധിജിയെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ ചുമ്മാ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ഈ ഗാന്ധിജി ഇതില് നമുക്ക് ഈ ഒരു ചാപ്റ്റർ, അതായത് ലളിത ജീവിതം എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്ക് ലളിത ജീവിതം എന്താണ്? ലളിത ജീവിതം വളരെ ആർഭാടപൂർണമല്ലാത്ത ജീവിതം. നമുക്കറിയാം, ലളിതമായ ജീവിതം, ആർഭാടപൂർണമല്ലാത്ത ജീവിതം എങ്ങനെയൊക്കെ നമുക്ക് നയിക്കാൻ പറ്റൂടെ? നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്താണ് ആർഭാട ജീവിതം നയിക്കുന്നത്? ആരാണ് ലോകത്തുള്ളത് അല്ലേ? എന്തായിട്ടാണ്? വിവാഹത്തിനായാലും എന്ത് ഫങ്ഷൻസിനായാലും എന്താണ് ഭയങ്കര ആർഭാടാണ് അല്ലെ? അപ്പോ അതൊന്നും ഇല്ലാതിരുന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു ആര്? ഗാന്ധിജി. അപ്പൊ അദ്ദേഹം, നമുക്കിതിൽ 4-5 ഇൻസിഡന്റ് ആണ് പറയാനുള്ളത്. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് പറയുന്നത് ഗാന്ധിജി എങ്ങനെ സ്വന്തമായിട്ട് വസ്ത്രങ്ങൾ അലക്കാൻ പഠിച്ചു. ഒന്നാമത്തെ നമുക്ക് അതിലെന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഇതാണ് പറയും, 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഗാന്ധിജി വസ്ത്രങ്ങൾ അലക്കുക, അതിനു വേണ്ടി എന്താണ് ഗാന്ധിജിക്ക് സംഭവിച്ചത് അല്ലെ? സ്വന്തമായിട്ട് വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി ഗാന്ധിജി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഒന്നാമത്തത്. രണ്ടാമത്തത്, ഗാന്ധിജി എങ്ങനെയാണ് ശുരകനായി മാറിയത്? സ്വന്തം ശുരകവൃത്തി എങ്ങനെയാണ് ചെയ്തത്? 3 ഗാന്ധിജിയുടെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോഖലെയുമായുള്ള അദ്ദേഹത്തിന്റെ കണ്ടുമുട്ടൽ എന്തൊക്കെയായിരുന്നു? ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അലക്കുകാരൻ, അതായത് ഗാന്ധിജി എങ്ങനെയാണ് അലക്കാൻ പഠിച്ചെന്ന് നോക്കാം. അത് ആദ്യമായി നമുക്ക് നോക്കുമ്പോൾ ഗാന്ധിജി, നമ്മൾ പറഞ്ഞല്ലോ വക്കീൽ പണി, ഗാന്ധിജി ഒരു വക്കീലാണ്. അപ്പോൾ ദിവസം എന്താണ് കോടതിയിലോട്ട് പോകുമ്പോൾ നല്ല അലക്കി തേച്ച വസ്ത്രങ്ങളായിരിക്കണം, ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം അല്ലേ വക്കീൽ പണിക്ക്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഒരു അലക്കുകാരന് ചിലപ്പോൾ കൊടുക്കേണ്ടി വന്ന നല്ല എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 2-3 വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി വരും? ഗാന്ധിജിക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോ പണ്ടത്തെ കാലത്ത് സ്വന്തമായിട്ട് അലക്കാൻ പറ്റത്തില്ല, അതിന് വേണ്ടിയിട്ട് പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? അലക്കി തേച്ച് വീടുകളിൽ വസ്ത്രങ്ങൾ കൊണ്ടെത്തിക്കില്ല, അതിന് പ്രത്യേകിച്ചിട്ട് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗാന്ധിജി അങ്ങനെയാണ് ഗാന്ധിജി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിയുമ്പോൾ ഗാന്ധിജിക്ക് എന്ത് പറ്റി? കറക്റ്റ് ടൈമില് കറക്റ്റ് സമയത്തിന് അലക്കി തേച്ച വസ്ത്രങ്ങളൊന്നും ഗാന്ധിജിക്ക് കിട്ടാതായി. അതായത് ഇന്ന് കൊടുക്കാന്ന് പറയുന്നു പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അലക്കുന്നില്ല, സ്പീഡ് കാണിച്ച് അങ്ങനത്തെ കോംപ്ലിക്കേഷൻ വന്നപ്പോൾ ഗാന്ധിജി വിചാരിക്കുകയാണ്, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം വസ്ത്രങ്ങൾ അലക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഗാന്ധിജി ചെയ്തു, ഗാന്ധിജിക്ക് അറിയത്തില്ല അലക്കാൻ. ഗാന്ധിജി സ്വന്തമായിട്ട് അലക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് വാങ്ങുകയും ആ ബുക്ക് നോക്കി എന്താണ് അലക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് പഠിക്കുകയും അത് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും സ്വന്തമായി വസ്ത്രം അലക്കാനും തുടങ്ങി. ഓക്കെ, പണ്ട് നമുക്ക് അലക്കുന്നതെന്ന് വെച്ചാൽ നല്ല എന്താണ് അലക്കുപൊടി കാരൊക്കെ വെച്ച് കഞ്ഞിപ്പശയിലൊക്കെ മുക്കിയിട്ടൊക്കെയാണ് നല്ല ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടായിരിക്കും അലക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിന് പ്രത്യേക അളവുണ്ട്. ഈ കഞ്ഞിപ്പശയൊക്കെ കൂടിയാൽ എന്ത് ചെയ്യും? കട്ട അടിഞ്ഞുകൂടും അല്ലേ? അപ്പോൾ ഗാന്ധിജിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഗാന്ധിജി പരീക്ഷണം നടത്തുകയും അദ്ദേഹം എന്ത് ചെയ്തു? ഒരിക്കൽ അലക്കി തേച്ച വസ്ത്രങ്ങളോട്ട് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് അലക്കിയ വസ്ത്രങ്ങളിട്ട് ഗാന്ധിജി വക്കീലിലോട്ട് പോകുമ്പോൾ
കൂട്ടുകാരായിട്ടുള്ള ബാരിസ്റ്റർമാരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. എന്താ കാരണം? അദ്ദേഹത്തിന്റെ കോളറിലൊക്കെ എന്താണ് ആ കഞ്ഞിപ്പശ പറ്റി പിടിച്ചിരിക്കുകയും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടർന്നു വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്തു, കൂടെ നിന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആ ചിരിക്കില്ല. അപ്പൊ അത് തന്നെയാണ് അവിടെ ചെയ്തത്. എന്താണ്, ഫ്രണ്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളിയാക്കുമ്പോഴത്തേക്കും ഗാന്ധിജി പറയണം, അത് സ്വന്തം കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു അഭിമാനമാണ്. കൂടാതെ നിങ്ങളും ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് കാശ് ലാഭിക്കാം, സമയത്തിന് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടും, സ്വന്തമായിട്ട് സ്വാശ്രയമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആരെ ആശ്രയിക്കാതെ ഈ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറയുന്നുണ്ട്. കൂടാതെ അവർ ചിരിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കാരണം ഒരു സന്തോഷം തന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞിട്ട് ഗാന്ധിജി തന്നെയാണ് പിന്നെ സ്വന്തമായിട്ട് എന്താണ് ചെയ്യുന്നത്, അലക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നൊക്കെ ഇങ്ങനെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, അലക്കാനായിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു പ്രാവശ്യം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് എന്താണ്, നമ്മളെ ഗോപാലകൃഷ്ണ ഗോഖലെയുമായിട്ട് ആര് കണ്ടുമുട്ടുന്നു, നമ്മുടെ ഗാന്ധി കണ്ടുമുട്ടുകയും ആ സമയത്ത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതെങ്കിലും നല്ല വലിയ വലിയ ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട എവിടെയെങ്കിലും പോകുമ്പോൾ ഗോഖലെക്ക് പണ്ടാണെങ്കിൽ ഗോവിന്ദ റാനയുടെ ഒരു അമൂല്യമായ ഒരു നേരിയത്, അതായത് ആ മഹാൻ കൊടുത്തിട്ടുള്ള റാനയുടെ കൊടുത്തിട്ടുള്ള ഒരു നേരിയത്, ഓക്കെ, അതെന്താണ് ധരിച്ചുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. ഗോഖലെ എല്ലാ വിശേഷപ്പെട്ട ഇതിലും നേരിയത് ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴും അങ്ങനെ പോകുമ്പോഴത്തേക്ക് അന്ന് അവിടെ പോകേണ്ട സമയത്ത് ആ നേരിയതിന്റെ കവണി, അതായത് അറ്റത്ത് നല്ല തേച്ചൊന്നും പറ്റിച്ചില്ല, നല്ല മിനുസൊന്നുമില്ല, ഒരു ചുളിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം, ഗോഖലെക്ക് എങ്ങനെയായാലും ഇത് തേക്കണം അല്ലെ, അപ്പോൾ ഒരു അലക്കാരനെ വിളിച്ചേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഗോപാലകൃഷ്ണ ഗോഖലെ അലക്കാരനെ വിളിച്ചപ്പോൾ സമയത്തിന് അയാൾക്ക് എത്താൻ പറ്റില്ല. അല്ല സമയത്തിന് എത്തിയാലും അലക്കി കൊടുക്കുമ്പോഴത്തേക്ക് തേച്ച് കൊടുക്കുമ്പോഴേക്കും ദിവസങ്ങളാവും. അപ്പോഴത്തേക്ക് അതിന് പരിഹാരമായിട്ട് നമ്മുടെ ഗാന്ധി പറയാണ്, ഞാൻ തന്നെ എന്ത് ചെയ്യാം, ഇത് ഞാൻ നന്നായിട്ട് അലക്കും, ഞാൻ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യാം, അലക്കി തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ പറയാണ്, താങ്കൾ ഒരു വക്കീൽ എന്ന നിലയിൽ എനിക്ക് അഭിമാനവും വിശ്വാസമാണ്, താങ്കൾ ഒരു നല്ലൊരു വക്കീലാണ്, പക്ഷേ താങ്കൾ നല്ലൊരു അലക്കുകാരനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ വിശേഷപ്പെട്ടത് തരാൻ എനിക്ക് അത്രയ്ക്ക് വിശ്വസിച്ച് തരാൻ പറ്റത്തില്ല എന്ന് ആര് പറയുന്നുണ്ട്, ഗോഖലെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗാന്ധിജിയുടെ ആത്മവിശ്വാസം കണ്ട് ഗോഖലെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നേരിയത് അലക്കാനായി മനസ്സോടെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഗാന്ധി നന്നായിട്ട് എന്ത് ചെയ്യുന്നത്, അലക്കി സൂപ്പറായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല സൂപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അലക്കി തേച്ച വസ്ത്രം അതിനെ നേരിയതിനെ ഗോഖലെക്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ട് അത്രയ്ക്ക് അത്ഭുതമായി പോയി. എന്ന് വെച്ചാൽ ഒരു അലക്കുകാരൻ ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടി ആര് ചെയ്തു, നമ്മുടെ ഗാന്ധി നമ്മുടെ ഗോഖലെക്ക് എന്ത് ചെയ്തു, ആ ഒരു നേരിയത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ആയപ്പോഴത്തേക്കും നല്ല സൂപ്പർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു മഹത്തായ കാര്യം ആര് പറഞ്ഞു, ഗോഖലെ പറയാണ്. അപ്പോഴേ ആ ഒരു വിശേഷപ്പെട്ട അമൂല്യമായിട്ടുള്ള നേരിയത് വിശ്വസിച്ച് കൊടുത്ത് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇട്ട് അതോടെ കൂടെ എന്ത് ചെയ്തു, നമ്മുടെ ഗാന്ധിക്ക് മനസ്സിന് സന്തോഷം. ഇനി ആരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അലക്ക അറിയാന്ന് ആര് സർട്ടിഫിക്കറ്റ് ചെയ്തു, നമ്മുടെ ഗോഖലെ സർട്ടിഫിക്കറ്റ് ചെയ്തു. ആ ഒരു സംഭവം എന്താണ്, അലക്കുന്നതിന്റെ അതൊരു സംഭവം നമ്മളെ ഈ കഥയിൽ ലളിത ജീവിതത്തിലുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് പറയുന്നത് ഒരു ശുരകന്റെ കാര്യമാണ് അല്ലെ. അതിൽ നമുക്ക് പറയുന്നത് പ്രിട്ടോറിയയില് ആദ്യം നമ്മുടെ ഗാന്ധിജി ഒരു ദിവസമാണെങ്കിൽ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ശുരക വൃത്തി ചെയ്യാൻ വേണ്ടി എവിടെയും ഒരു ഇംഗ്ലീഷുകാരനെ കടയിൽ കയറും. പക്ഷെ എന്ത് ചെയ്തു, ഇംഗ്ലീഷുകാരെ ആരൊക്കെ ചെയ്യാൻ സമ്മതിച്ചില്ല, നമ്മുടെ മുടി വെട്ടി കൊടുക്കാൻ ആരെ സമ്മതിച്ചില്ല, ഗാന്ധിജി ഇറക്കി വിട്ടു അല്ലെ. കാരണം എന്ന് വെച്ചാൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഗാന്ധിജി നമ്മുടെ ഇന്ത്യൻ വംശജ ഗാന്ധിജി ആണെങ്കിൽ അവിടെ പോയി ചെയ്താല് ഇംഗ്ലീഷുകാർ പിന്നെ എന്ത് ചെയ്യില്ല, ഇംഗ്ലണ്ടുകാർ അദ്ദേഹത്തിന്റെ കടകളിൽ കയറത്തില്ല. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ആരെ ഇറക്കി വിട്ടേ, നമ്മുടെ ഗാന്ധിജി അവിടെ നിന്ന് ഇറക്കി വിടുക ചെയ്തു. ഇതിൽ മനന്നൊന്ത് ഇതിൽ ഒരുമാതിരി സങ്കടപ്പെട്ടിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തു പോയി ഒരു കണ്ണാടിയും ചീപ്പും കത്രികയൊക്കെ വാങ്ങുകയും സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മുടി വെട്ടുന്നുണ്ട്. സ്വന്തമായിട്ട് നമുക്കറിയാല്ലേ, ഫ്രണ്ടിലൊക്കെ മുടി വെട്ടുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ഗാന്ധിജിക്ക് വരുന്നുണ്ട്. പക്ഷെ ബാക്ക് സൈഡ് വെട്ടുമ്പോഴത്തേക്ക് എന്താണ്, കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ഫ്രണ്ടൊക്കെ ഗാന്ധിജി ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി, പക്ഷെ ബാക്ക് സൈഡ് എന്താണ്, കറക്റ്റ് ആയിട്ട് വെട്ടാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഗാന്ധിജി വക്കീൽ നമ്മുടെ കോടതിയിലോട്ട് പോകുമ്പോൾ അവിടെയും വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരന്മാര് കളിയാക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഗാന്ധിജി നടന്ന സംഭവം പറയുന്നുണ്ട്, തന്നെ ആര് വെട്ടാൻ സമ്മതിച്ചില്ല, ആ ഒരു ഇംഗ്ലീഷുകാരൻ തന്നെ മുടി വെട്ടി തന്നില്ല, അതുകൊണ്ട് തന്നെയാണ് താൻ എന്തായാലും സ്വന്തമായിട്ട് മുടി വെട്ടിയത് എന്നുള്ള കാര്യം എന്ന് പറയും തുറന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി ഒരു ശുരകനായും അലക്കുകാരനായും സ്വന്തം കാര്യങ്ങൾ, അതായത്
അത് തൊട്ട് തുടങ്ങി സ്വന്തം നമുക്കറിയാമല്ലോ. പിന്നെ ഗാന്ധിജി എന്തൊക്കെ ചെയ്തു? സ്വന്തമായിട്ട് വസ്ത്രം, അല്ലെ, വേറെ ആരുമല്ല സ്വന്തമായിട്ട് ചർക്കയിൽ ചെയ്ത വസ്ത്രങ്ങൾ നെയ്താണ് ആര് ഉടുത്തിരുന്നത്? നമ്മുടെ ഗാന്ധി ഉടുത്തിരുന്നത്. അപ്പോൾ സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ ആര് ചെയ്തു വന്നോ ആ ഒരു മഹാനായ വ്യക്തി, അതായത് മഹത്നായ ആ ഒരു വ്യക്തി ലളിതമായ ഒരു ജീവിതം നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഏതാണ്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അല്ലെ, അതിലുള്ള ഒരു ചെറിയ പോർഷനാണ് ഇത്. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജീവദർശനം, അതായത് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ, അതായത് അദ്ദേഹമുള്ള കുറെ കാര്യങ്ങൾ വേറൊരു ടെക്സ്റ്റ് രൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന അതിലെന്ന് വെച്ചിട്ടുള്ള ചെറിയൊരു പോർഷനാണ്. അപ്പൊ ഗാന്ധിജി ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് ലളിത ജീവിതം എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിന് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ തന്നിട്ടുള്ളത്. ഇതിൽ 2-3 ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം, ആദ്യമേ ഗാന്ധിജി സാധാരണ നിലയിൽ ജീവിച്ച ആളല്ലേ, അല്ലെ, സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഗാന്ധിജി ജീവിച്ചത്. അത്രയ്ക്ക് നല്ലൊരു സമ്പന്ന കുടുംബത്തിൽ പിറന്നതായിരുന്നു ആര്? ഗാന്ധിജി. അതുകൊണ്ട് തന്നെയാണ് വിദൂര വിദ്യാഭ്യാസം അദ്ദേഹത്തിന് സാധ്യമായത്. എന്നിരുന്നിട്ടും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു. 1948 ജനുവരി മാസം 30 ഒരു മതഭ്രാന്തനായ വിനായക ഗോഡ്സെയെ എന്ത് ചെയ്തു? ഗാന്ധിജി വെടിവെച്ച് കൊന്നു, അല്ലെ. അപ്പൊ അതെല്ലാവർക്കും അറിയാം. അപ്പൊ അതോടുകൂടെ നമ്മുടെ മഹാനായ ആ വ്യക്തി എന്ത് ചെയ്തു? നമ്മുടെ ഈ ഭൂലോകത്തുനിന്ന് പോയി. പക്ഷെ എന്നിരുന്നാലും ഇത്രയേറെ വർഷം കഴിഞ്ഞിട്ട് ആ മഹാനായ വ്യക്തിയെ പഠിക്കാത്ത അല്ലെങ്കിൽ സ്മരിക്കാത്ത ഒരു വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭങ്ങളോ ഇതുവരെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ആ ഒരു മഹത്തായ പുണ്യപ്രവൃത്തിയിലൂടെ അദ്ദേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്, അല്ലെ. അപ്പൊ നമുക്ക് ഇതാണ് എന്താണ് നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ആ ഒരു ലളിത ജീവിതം എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ. അതിലുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാവോ? നോക്കിക്കോ. ബാരിസ്റ്റർമാരുടെ പരിഹാസം ഏൽക്കേണ്ടി വന്നപ്പോൾ ഗാന്ധിജിയുടെ പ്രതികരണം എന്തായിരുന്നു? ബാരിസ്റ്റർമാരുടെ അപ്പൊ എന്താണ്? എന്റെ കോളർ ഞാൻ തന്നെ ആദ്യമായി അലക്കി നോക്കിയതാണ്, അതാണ് കഞ്ഞിപ്പശ ഇളകി വീണത്. പക്ഷേ എനിക്കതൊരു പ്രശ്നമേ അല്ല. പിന്നെ നിങ്ങൾക്ക് ഇത്രമാത്രം നേരം പോക്കിന് അത് പ്രയോജനപ്പെടുകയും ചെയ്തല്ലോ. ഇപ്രകാരമായിരുന്നു ഗാന്ധിജി എന്താണ് ആ ഒരു പ്രശ്നത്തിന്, അതായത് ബാരിസ്റ്റർമാർ ബാക്കി വക്കീലുമാരുടെ പരിഹാസം ഏറ്റപ്പോൾ ഗാന്ധിജി പറഞ്ഞത് മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ കഞ്ഞിപ്പശ ഇളകി വീണതും നിങ്ങൾ അത് കാരണമാണല്ലോ ചിരിക്കേണ്ടി വന്നത്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. എനിക്കിത് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാണിത് പറഞ്ഞത്? അത് പറയാനുള്ള ഹേതു എന്താണ്? അതാരായിരിക്കും ഇവിടെ പറഞ്ഞ? നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അത് പറഞ്ഞത്, അല്ലെ. മഹാദേവ ഗോവിന്ദ റാനഡെ സമ്മാനിച്ച നേരിയത് അദ്ദേഹത്തിന്റെ അമൂല്യമായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ മാത്രം അദ്ദേഹം ഉപയോഗിച്ചു പോന്ന ആ കവണി ചുരുങ്ങിപ്പോയതായിരുന്നു. അലക്കുകാരനെ ഏൽപ്പിച്ച സമയത്തിന് കിട്ടില്ല. അപ്പോൾ താനത് തേച്ചു തരാമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ ഗോഖലെയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. എന്തായിരുന്നു? വക്കീൽ എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വസിക്കാം, പക്ഷേ അലക്കുകാരൻ എന്നതിൽ വയ്യ. നിങ്ങളിത് ചീത്തയാക്കിയാലോ? എനിക്കിത് എത്ര അമൂല്യമാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നതായിരുന്നു ആദ്യമായിട്ട് എന്താണ് ഇത് നമ്മുടെ ഗാന്ധിജി പറഞ്ഞപ്പോ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രതികരണം. ഓക്കെ, ഗാന്ധിജി സ്വയം മുടി മുറിക്കാനുണ്ടായ കാരണം എന്ത്? പ്രിട്ടോറിയയിലെ ഇംഗ്ലീഷുകാരനായ ക്ഷുരകന്റെ അടുത്ത് ചെന്നപ്പോൾ മുടി വെട്ടില്ലെന്ന് അദ്ദേഹം പുച്ഛത്തോടെ പറഞ്ഞത് ഗാന്ധിജിയെ വിഷമിപ്പിച്ചു. ഇതാണ് സ്വയം മുടി മുറിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. അതാണ് പ്രിട്ടോറിയയില് എന്താ ചെയ്തോ? ഇംഗ്ലീഷുകാരൻ മുറിക്കാൻ പോയപ്പോ എന്താ അദ്ദേഹത്തിന് മുടി വെട്ടിക്കാന് സമ്മതിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം സ്വന്തമായിട്ട് മുടി മുറിക്കാൻ ഇടയായത്. ഓക്കെ, അപ്പോൾ ഈ 3 സംഭവങ്ങൾ തന്നെയാണെന്തോ നമ്മുടെ ഈ കഥ തന്തു. ഇത് വച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ ലളിത ജീവിതം നയിക്കുന്നതിനെ കുറിച്ച്, അല്ലെ ഒരു ലളിത ജീവിതം എന്നതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് എന്താണ് എഴുതാൻ പറ്റുന്നത്? ഗാന്ധിജി ഇങ്ങനെ നമുക്കൊരു പാഠം പഠിച്ചത്, ആർഭാട ജീവിത പൂർണ്ണമല്ല നമുക്ക് വേണ്ടത്. ലളിതമായ ജീവിതത്തിനും ആർഭാടത്തിനും ആഡംബരത്തിനും ഒരു സ്ഥാനവും അവിടെ ഒന്നും വേണ്ട. ചെലവ് ചുരുക്കുക, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, വലിയ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകുക, മിതമായി ചുരുങ്ങിയ ആവശ്യങ്ങൾക്ക് മാത്രം മിതമായി ചെലവ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എന്താന്ന് പറയുന്നത് ലളിത ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതില് കൂടുതലായിട്ട് വേറെ ഒന്നും പഠിക്കാനില്ല. നമ്മുടെ ഈ 3 പോർഷൻസ് ആണുള്ളത്. അപ്പൊ ഇതും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക?
വായിച്ചു നോക്കുക, പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് മലയാളത്തിന്റെ പ്രത്യേകത തന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ മലയാളത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഭാഷ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, നമ്മുടേതായ ശൈലിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് എഴുതുക. അത്രേ വേണ്ട. നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ച് ടെക്സ്റ്റ്, ഞാൻ എപ്പോഴും പറയുന്നു ടെക്സ്റ്റ് വായിക്കുക, ടെക്സ്റ്റ് വായിക്കുക, ടെക്സ്റ്റ് വായിക്കുക, ടെക്സ്റ്റ് വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് കണ്ടു നോക്കുക. മനസ്സിലാവുന്നില്ല എങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തും ഒരു തിയറിയുടെ മലയാളം ചാപ്റ്ററുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.